ജനുവരി 28 ഞായറാഴ്ച. മാർക്കോസ് 1:21 മുതൽ 28 വരെ വാക്യങ്ങൾ. ഒരിക്കൽ വളരെ ദരിദ്രയായ ഒരു സ്ത്രീ ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ച് ഒരു ലോക്കൽ റേഡിയോ സ്റ്റേഷനിലേക്ക് വിളിച്ചു. റേഡിയോ പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഒരു അവിശ്വാസി ഈ സ്ത്രീയെ കളിയാക്കാൻ തീരുമാനിച്ചു. റേഡിയോ സ്റ്റേഷനിൽ നിന്ന് അവരുടെ വിലാസം നേടിയ അദ്ദേഹം ആ സ്ത്രീക്ക് ഒരു വലിയ അളവിൽ ഭക്ഷണം എത്തിക്കാൻ തൻ്റെ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. എന്നാൽ അവൻ ഇങ്ങനെ ഒരു നിർദ്ദേശവും നൽകി: ആരാണ് ഭക്ഷണം തന്നയച്ചതെന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ അത് പിശാചിൽ നിന്നുള്ളതാണെന്ന് അവളോട് പറയുക. സെക്രട്ടറി ആ സ്ത്രീയുടെ വീട്ടിലെത്തിയപ്പോൾ തനിക്ക് ലഭിച്ച സഹായത്തിന് അവൾ സന്തോഷവതിയും നന്ദിയുള്ളവളുമായിരുന്നു. അവൾ തനിക്ക് കിട്ടിയ ഭക്ഷണപ്പൊതികൾ തൻ്റെ ചെറിയ വീടിനുള്ളിൽ അടുക്കി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ സെക്രട്ടറി അവളോട് ചോദിച്ചു: ആരാണ് ഭക്ഷണം തന്നയച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ സ്ത്രീ മറുപടി പറഞ്ഞു: ഇല്ല, ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം ദൈവം ആജ്ഞാപിക്കുമ്പോൾ പിശാച് പോലും അനുസരിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഒരു മനുഷ്യനിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നത് നാം കാണുന്നു. സാത്താൻ പോലും യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു: നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതാണോ? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അധികാരത്തോടെ പഠിപ്പിച്ചു. ഏറ്റവും ബുദ്ധിമാനായ എഴുത്തുകാരന് പോലും അവൻ്റെ ജ്ഞാനവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. തീർച്ചയായും യേശുവിന് അധികാരത്തോടെ പഠിപ്പിക്കാൻ കഴിയും. കാരണം അവൻ ദൈവമാണ്. പരിശുദ്ധാത്മാവ് അവനോടൊപ്പമുണ്ട്. എന്നിരുന്നാലും വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് പിതാവുമായി ആശയവിനിമയം നടത്താൻ വളരെ കാലം മരുഭൂമിയിൽ യേശു ചെലവഴിച്ചുവെന്നും തൻ്റെ ചെറുപ്പത്തിൽ പോലും അദ്ദേഹം ഇത് ചെയ്തിരുന്നതായും നമുക്ക് ഉറപ്പിക്കാം. തനിയെ പ്രാർത്ഥിക്കാനായി സമയം ചെലവഴിക്കുന്നതിന് അവൻ പലപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നുവെന്നും വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്നുണ്ട്. ജ്ഞാനവും പഠിപ്പിക്കാനുള്ള കഴിവും ദൈവത്തിൽ നിന്നുള്ള ദാനങ്ങളാണെന്നും അധികാരത്തോടെ പഠിപ്പിക്കുന്ന ആർക്കും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഉപവാസത്തിലൂടെയും എപ്പോഴും ചേർന്ന് നിൽക്കണം എന്ന് കാണിക്കുന്നതാണ് ഇവയെല്ലാം. ഒരു യുദ്ധം ചെയ്ത് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ശത്രു ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് യേശു ആരാണെന്ന് സാത്താനും അറിയാമെങ്കിൽ അതിൽ അതിശയിക്കാനില്ല. എന്നിരുന്നാലും യേശു പ്രഭുക്കന്മാരുടെ കർത്താവും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവൻ ശത്രുവിനെ നശിപ്പിക്കാൻ വന്നതാണ്. അവൻ്റെ നാമം കേൾക്കുമ്പോൾ പിശാചുക്കൾ പോലും വിറയ്ക്കുന്നു. തക്ക സമയത്ത് എല്ലാം കീഴടക്കുകയും എല്ലാം അവൻ്റെ ആധിപത്യത്തിന് കീഴിലാവുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ പ്രതീക്ഷ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.